നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത രാവിലെ തന്നെ പുറത്തു വരുന്നു. അത് തൃശ്ശൂരിൽ വൻ ATM കൊള്ളയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാറിലെത്തിയ 4 സംഘം മോഷണം നടത്തി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസിന് ലഭ്യമാകുന്ന വിവരം. വളരെ ആസൂത്രിതമായി നടത്തിയ മോഷണമാണ്. 3 ATMകളിൽ നിന്നായി 60 ലക്ഷത്തിലധികം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതിന് കൃത്യമായ കണക്കൊക്കെ അല്പസമയത്തിനകം മാത്രമേ പുറത്തു വരികയുള്ളൂ. പുറത്തുനിന്നുള്ള സംഘമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താമെന്ന് വെച്ചാൽ ആ CCTVകളിൽ കറുത്ത പെയിന്റ് അടിച്ചുകൊണ്ടാണ് വളരെ ആസൂത്രിതമായി ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ PV അൻവറിന്റെ ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കാനൊരുങ്ങുന്നു CPIM. പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തും എന്ന് PV അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു. അത് എന്തായിരിക്കും എന്നുള്ള കാര്യം രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. അങ്ങനെ വാർത്തകളേറെയുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തൃശ്ശൂരിൽ 3 ഇടങ്ങളിൽ ATM കവർച്ച ഉണ്ടായിരിക്കുന്നു. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATMലെ പണം കവരുകയായിരുന്നു. പ്രേക്ഷകർക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതിൽ ഒരു ATMന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 60 ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്ന കണക്ക്. CCTV ക്യാമറകളിൽ കറുത്ത പെയിന്റ് അടിച്ച് മറച്ച ശേഷമാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. സൂരജ് സജി സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വളരെ ആസൂത്രിതമായി പ്രത്യേക പരിശീലനം നേടിയ സംഘം എന്ന് തന്നെ കരുതേണ്ടി വരും ആ കൊള്ളയുടെ സ്വഭാവം നമ്മൾ വിലയിരുത്തുമ്പോൾ. CCTVകളിൽ കറുത്ത പെയിന്റ് അടിച്ച് ദൃശ്യങ്ങൾ മറയ്ക്കുന്നു, തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്? എത്ര പണം നഷ്ടമായി എന്നുള്ള കാര്യത്തിൽ അല്പസമയം കൂടി വേണ്ടിവരും അതിനൊരു കൃത്യമായ കണക്ക്. എങ്കിലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്താണ്? പോലീസ് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടോ സൂരജ്? ഈ പണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നായ്ക്കനാലിൽ മാത്രം 9 ലക്ഷം രൂപ, അവിടെ നിന്ന് കോലഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 25 ലക്ഷം രൂപ, മാപ്രാണത്തും 25-നും 30-നും ഇടയ്ക്ക് ഉള്ള തുക നഷ്ടമായി എന്നുള്ളതാണ്. ഇതിൽ മാപ്രാണത്തും കോലഴിയിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അവിടെ ഈ ജീവനക്കാരെത്തി പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിനെ തന്നെ നാണിപ്പിക്കുന്ന ഒരു കവർച്ചയാണ് തൃശ്ശൂരിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. വെറും 10 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ 10 മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കവർച്ചയാണ് 3 ഇടങ്ങളിലും അരങ്ങേറിയത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് 3 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നായ്ക്കനാലിലെ ATMൽ കവർച്ച ഉണ്ടാകുന്നത്. ഇതിന് തൊട്ടടുത്ത് ഒരു ആശുപത്രി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അതിന് എതിർവശത്താണ് ഈ ATM ഉള്ളത്. പക്ഷേ ഇവിടെ എത്തിയ കവർച്ചാ സംഘം ഈ CCTV ക്യാമറയിൽ ആദ്യം കറുത്ത സ്പ്രേ പെയിന്റ് അടിച്ചതിന് ശേഷമാണ് ഇവർ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ, അതായത് 10 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഈ ATM തകർക്കുന്നു. അതും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർക്കുന്നു. അതിനുശേഷം അവിടെ നിന്നുള്ള പണം കവരുകയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ചിലവഴിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ കോലഴിയിലേക്ക് സംഘം യാത്ര ചെയ്യുന്നത്. കോലഴിയിലേക്ക് ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. 4 കിലോമീറ്റർ ദൂരം മാത്രമാണ് കോലഴിയിലേക്കുള്ളത്. അവിടെയും എത്തുന്നു. അവിടെയും സമാന സ്ട്രാറ്റജി, അതായത് മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന കവർച്ച, അതും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ATM തകർക്കുന്നു. അവിടെ നിന്നും ഈ പണം കവർന്നുകൊണ്ടാണ് ഈ സംഘം കടന്നിരിക്കുന്നത്. ഒരു വെള്ള കാറിലാണ് ഈ സംഘം എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്പറും പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമ്പർ വ്യാജമായിരിക്കാം എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസ് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം ജാഗ്രത നൽകുന്നു. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രതികൾ സംസ്ഥാനം വിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ള കാറുകൾ പ്രത്യേകിച്ച് പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം പോലീസ് നൽകുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ, അതായത് കാറുകൾ തന്നെ കൃത്യമായ പരിശോധന വേണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ വാഹനം മാറി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം മോഷ്ടിച്ചെത്തിയതാണെങ്കിൽ അവർ യാത്രാമധ്യേ ഈ വാഹനം ഉപയോഗിച്ച് മറ്റൊരു വാഹനത്തിൽ കടക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം ഈ പരിശോധനകൾ വ്യാപിപ്പിക്കാനാണ് പോലീസ് ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പോലും ഈ അന്വേഷണത്തിന് ശക്തമാക്കി, അതായത് പ്രതികളെ കണ്ടെത്താനുള്ള ഒരു നീക്കം നടത്തുന്നു. സൂരജ്, പുലർച്ചെ 3:30-യോടെയാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. 3:30-യോടുകൂടിയാണ് എന്നുള്ളതാണല്ലോ ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്? കാരണം ഇവിടെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പോലീസിൻ്റെ ഒരു ആക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഈ സജീവമായ വാഹന പരിശോധനയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ആ ആക്ഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് സൂരജ്?
ടിക്കെ, അതായത് ഈ മോഷണം നടന്നതിന് ശേഷം ഈ ബാങ്ക് അധികൃതർക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു SMS ലഭിക്കുന്നു. ഈ ബാങ്ക് അധികൃതർ ഡൽഹിയിൽ നിന്ന് പോലീസിന് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ പോലീസിന് ഡൽഹിയിൽ നിന്ന് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ഇത് സംബന്ധിച്ച സന്ദേശം എത്തുകയായിരുന്നു. ആ സമയത്ത് ഈസ്റ്റിന്റെ പോലീസ് കൺട്രോൾ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിലെത്തി ഇവിടെ പരിശോധന നടത്തുന്നത്. പക്ഷെ അതിനോടകം തന്നെ ഈ കവർച്ചാ സംഘം ഇവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. ഈ കവർച്ച നടന്ന് കുറച്ച് സമയത്തിന് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. അതുവരെ പോലീസിന്റെ ശ്രദ്ധയിൽ ഈ കവർച്ച ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീട് ഈ ഡൽഹിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തുന്നു, പരിശോധന നടത്തുന്നു. അപ്പോഴാണ് ഈ ATM കവർന്നു എന്ന കാര്യം പോലീസിന് ബോധ്യപ്പെടുന്നത്. പിന്നീട് ഈ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ കോലഴിയിലും കവർച്ച നടന്നതായി സന്ദേശം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ മാപ്രാണത്തും ഇത്തരത്തിൽ SMS മുഖാന്തരമാണ് 3 ഇടങ്ങളിലും ഈ കവർച്ച നടന്നതായി സന്ദേശം ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ പോലീസ് എത്തി വലിയ പരിശോധനകളിലേക്കെല്ലാം തന്നെ കടക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ തന്നെ ഈ കവർച്ച നടത്തിയ സംഘം കടന്നു കളയുകയും ചെയ്തു. ഈ 10 മിനിറ്റിനുള്ളിൽ ഈ കവർച്ച നടത്തിയ ഈ കവർച്ചയിലെ വൈദഗ്ധ്യം അത് തന്നെയാണ് ഒരു പ്രൊഫഷണൽ സംഘമാകാം ഇതിന് പിന്നിൽ എന്ന് വിലയിരുത്താൻ പോലീസിനെ നയിക്കുന്നത്. കാരണം ഇത്രയും ജനത്തിരക്കുള്ള ഒരു മേഖല, പോലീസിന്റെ സർവൈലൻസ് ഉള്ള ഒരു മേഖല, ആ മേഖലയിൽ എങ്ങനെയാണ് ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ATM തകർത്ത് പണം കവരാൻ കഴിയുക എന്നുള്ളതാണ് പോലീസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സംഘമാണ് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതാണ് ഈ മറ്റു ഇടങ്ങളിലേക്ക്, അതായത് മറ്റു ജില്ലകളിലേക്ക്, സമീപ ജില്ലകളിലേക്ക് ഉൾപ്പെടെ ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഈ സംഘം ഇതിനോടകം തന്നെ തൃശ്ശൂർ വിടാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. ഈ പണം കവർന്നതിന് ശേഷം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇവരെ തിരഞ്ഞ് സമയം കളയേണ്ടതില്ല എന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. പകരം മറ്റു ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുക, പ്രത്യേകിച്ച് പാലക്കാട് അതിർത്തി എല്ലാം ഉണ്ട്. ഇവർ ഈ സംസ്ഥാനം വിടുന്നതിനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇവർ കടക്കുന്നതിനുള്ള ഒരു സാധ്യത തടയുക എന്നുള്ള ഒരു പ്രാഥമിക നീക്കമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് എല്ലാ സ്റ്റേഷനുകളിലും ശക്തമായ വാഹന പരിശോധനയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വാഹന പരിശോധനയിലൂടെ തന്നെ ഇവരെ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയും. എന്തു ചെയ്യണം, അതായത് ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായി. ആ രക്ഷപ്പെടാനുള്ള ശ്രമത്തിന് തടയിടുക എന്നൊരു നീക്കത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴും ഇതിന് തടസ്സമായി പറയുന്നത് സൂരജ് സജിയാണ് ആ ATM മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ 3 ഇടങ്ങളിലാണ് ATM കവർച്ച ഉണ്ടായിരിക്കുന്നത്. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അതിവിദഗ്ധമായി ATM പണം കവരുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് സമയം കൊണ്ട് ഒരു ATM നിന്ന് മോഷണം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള സംഘം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ വല വിരിച്ചിട്ടുണ്ട് പോലീസ്. വാഹന പരിശോധന ശക്തമായി തുടരുന്നുണ്ട്. 60 ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. ബാങ്ക് അധികൃതർ കൂടി എത്തുന്നതോടുകൂടി ആ കണക്കിലൊരു വ്യക്തത വരും. വളരെ ആസൂത്രിതമായി CCTV ക്യാമറകളിൽ കറുത്ത പെയിന്റ് അടക്കം അടിച്ച് തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് ഈ സംഘം മടങ്ങിയിട്ടുള്ളത്. അവരിലേക്ക് എങ്ങനെ എത്താൻ കഴിയും എന്നുള്ള കാര്യം, അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അടുത്ത റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയെയും CPIM നേതൃത്വത്തെയും കടന്നാക്രമിച്ച PV അൻവർ സ്വർണ്ണക്കടത്തിലെ പോലീസ് പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും. കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം PV അൻവറിനെതിരെ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നു. അൻവറിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്ന് ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പ്രതികരിച്ചു. അൻവറിന്റെ വീടിന് സമീപം CPIMന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ടെന്ന് ഫ്ലക്സിൽ പറയുന്നു. അൻവറിനെ അനുകൂലിച്ച് മലപ്പുറം തൂവൂരിൽ K കരുണാകരൻ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിൽ ഫ്ലക്സ് ബോർഡ് ഉയർന്നു. PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധി എങ്ങനെ നേരിടുമെന്ന അങ്കലാപ്പിലാണ് CPIM. പാർട്ടി സമ്മേളനങ്ങളുടെ കാലത്തുണ്ടായ അപ്രതീക്ഷിത വിവാദത്തിൽ മറുപടി പറയാൻ നേതൃത്വം വിയർക്കും. പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും PV അൻവറിനെ ചേർത്ത് പിടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMനും കനത്ത തിരിച്ചടിയാണ് ഇന്നലെ ഉണ്ടായത്. പ്രതിപക്ഷം പോലും ഉപയോഗിക്കാത്തത്ര രൂക്ഷമായ ഭാഷയിലാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങളുടെ കെട്ടഴിച്ചത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ഒരു റിയാസിന് വേണ്ടി ഉള്ളതല്ല പാർട്ടിയെന്നുമൊക്കെ ഇന്നലെ വരെ ഭരണപക്ഷത്തായിരുന്ന MLA തുറന്നടിച്ചത് CPIM നേതൃത്വത്തെ ഞെട്ടിച്ചു. പോലീസിനെതിരെ PV അൻവർ പോര് തുടങ്ങിയപ്പോൾ മൗനം പാലിക്കുകയായിരുന്നു പ്രധാന നേതാക്കളെല്ലാം. പിന്നെ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നിട്ടും PV അൻവർ അടങ്ങുന്നില്ല എന്നായപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് തിരുത്താമെന്നായിരുന്നു CPIMന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും MLA സ്ഥാനം രാജിവെക്കില്ലെന്നും വ്യക്തമാക്കിയ PV അൻവർ LDFിൽ നിന്ന് പുറത്തേക്കെന്ന് ഉറപ്പിക്കുകയാണ്.
ഇതോടെ PV അൻവർ ശത്രുപക്ഷത്തിന്റെ കയ്യിലെ ആയുധമായെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാനാണ് CPIM നേതാക്കളുടെ ശ്രമം. അൻവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന നിലയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെല്ലാം അങ്ങേയറ്റ തെറ്റാണ്. പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുമെതിരായി നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത്. അതിന്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. CPIM-ൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും പാർട്ടി സെക്രട്ടറി നിവൃത്തികേടിലാണെന്നും പറഞ്ഞ PV അൻവർ താൻ സാധാരണക്കാർക്കായാണ് പോരാടുന്നതെന്ന് തുടക്കം മുതലേ ആവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കൂടി ഉപയോഗപ്പെടുത്താനാണ് അൻവറിന്റെ ശ്രമം. ഇതിനെ മറികടക്കണമെങ്കിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തതിൽ ഉൾപ്പെടെ ശക്തമായ മറുപടി നൽകേണ്ടി വരും. ഡൽഹിയിൽ PB യോഗത്തിന് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവറിന് എന്ത് മറുപടി നൽകുമെന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. അഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ PV അൻവർ LDF വിടണമെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കണോ എന്ന് നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. സർക്കാരിനെതിരായ കേസിലെ മാപ്പുസാക്ഷിയാണ് PV അൻവർ എന്നും PK ഫിറോസ് 24-നോട് പറഞ്ഞു. ഇങ്ങനെ അപമാനം സഹിച്ച്, ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട്, വധഭീഷണിയും സഹിച്ച്, ജീവനിൽ ഭീഷണിയും നേരിട്ട് ഇങ്ങനെ ആ മുന്നണിയിൽ തുടരേണ്ടതുണ്ടോ എന്നത് അദ്ദേഹം വ്യക്തമാക്കട്ടെ. ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ച സമയത്തൊക്കെ അദ്ദേഹം അതിൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മാപ്പുസാക്ഷിയായി, നല്ലത്. ഇപ്പോഴെങ്കിലും അദ്ദേഹം ഒരു മാപ്പുസാക്ഷിയാകാൻ തയ്യാറായത് നല്ല കാര്യം. അത് പാർട്ടിയും UDF ഒക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്താനുള്ള CPIM-ന്റെ നിർണായക പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ നേതൃയോഗമാണ് ഇന്ന് ചേരുന്നത്. ഇന്നും നാളെയും പൊളിറ്റ് ബ്യൂറോ യോഗവും 29, 30 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, MA ബേബി, A വിജയരാഘവൻ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നിരുന്നു. പുതിയ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പൊളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ വയ്ക്കും. പാർട്ടി ഭരണഘടന അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റിയാണ് ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടത്. പാർട്ടി കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങളും നേതൃയോഗങ്ങളുടെ അജണ്ടയിൽ ഉണ്ട്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ സർക്കാരിന്റെ പുതിയ അന്വേഷണം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ ആണ് സർക്കാർ ആലോചിക്കുന്നത്. പൂരം കലക്കിയെന്ന ആരോപണത്തിൽ പ്രത്യേക DGP തന്നെ DGP തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് സർക്കാർ തള്ളിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറിയാണ് പുതിയ അന്വേഷണത്തിന്റെ സൂചന നൽകിയത്. പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി ജലമേള കാണാൻ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ജലോത്സവ പ്രേമികൾ എത്തിത്തുടങ്ങി. ഫിനിഷിംഗ് പോയിന്റിലെയും VIP പവലിയനിലെയും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളോടെ മേളയ്ക്ക് തുടക്കമാകും. 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാർ, MP-മാർ, MLA-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം 4 മണി മുതലാണ് ഫൈനൽ മത്സരങ്ങൾ. 5:30-ഓടെ മത്സരങ്ങൾ പൂർത്തിയാകും. പൂക്കോട് വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ചതിൽ സസ്പെൻഷനിലായ ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും സർവീസിൽ തിരിച്ചെടുത്തതിനെതിരെ കുടുംബം ഗവർണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നു. ഇരുവരെയും തിരിച്ചെടുത്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ ഗവർണർക്ക് കത്ത് നൽകും. നേരിട്ട് കാണാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിലും സമയം ലഭിച്ചിട്ടില്ല. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും ഗവർണറെ നേരിട്ട് കണ്ട് നിവേദനം നൽകും. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ അഭയ് എസോക്ക, ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ സന്ദീപിന്റെ വിടുതൽ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. വിദഗ്ധ ചികിത്സ ലഭ്യമായിരുന്നെങ്കിൽ ഡോക്ടർ വന്ദനയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നുവെന്നാണ് സന്ദീപിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ച സുപ്രീം കോടതി അതിൽ ഇടപെടാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി അതിഷി ഇന്ന് ഡൽഹി നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. 70-അംഗ സഭയിൽ ആം ആദ്മി പാർട്ടിക്ക് 59 സീറ്റുകളും BJPക്ക് 7 സീറ്റുകളുമാണ് ഉള്ളത്. രാംവീർ സിംഗ് ബിദുരി, രജേന്ദ്രപാൽ ഗൗതം എന്നിവർ സഭാംഗത്വം രാജിവെച്ചിരുന്നു. ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലെത്തിയ രാജ്കുമാർ ആനന്ദ്, കർത്താർ സിംഗ് തൻവർ എന്നിവരെ അയോഗ്യരാക്കി. നിലവിലെ സാഹചര്യത്തിൽ അതിഷിക്ക് നിഷ്പ്രയാസം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും. വിശ്വാസ വോട്ട് തേടുന്നതിനാണ് 2 ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരുന്നത്.
ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് 24 കണക്ട്. മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ. അത് റോഡ് അപകടങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. മാതാപിതാക്കളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത മാവേലിക്കര ജോയിന്റ് RTO MG മനോജ്. നാളെ നിങ്ങൾ വിവാഹം ചെയ്ത് കുട്ടികളും ഉണ്ടായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരുമോ? നിങ്ങളുടെ വീടുകളിൽ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. നാളെ എന്നും ഈ പ്രായത്തിലൊന്നും നിങ്ങൾ ഇരിക്കത്തില്ല. അപ്പോൾ ഏറ്റവും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രകാരമായിട്ടും സുഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളിപ്പോൾ ഈ വിദ്യാർത്ഥി ജീവിതം ജീവിക്കുന്നത്. ആ വിദ്യാർത്ഥി ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജു P. ചന്ദ്രൻ, 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ഓരോ വ്യക്തികളും നന്നായി അവർ നല്ലവരായി തീരുമ്പോഴാണ് സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം നവീകരിക്കുക, ഈ പറയുന്ന തിന്മയുടെ സ്വഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതുവഴി സമൂഹത്തിന്റെ നന്മയെ കൂടി അതിന്റെ ഭാഗമായി കൂടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ R. ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അരുൺകുമാർ M. നന്ദിയും പറഞ്ഞു. VHSC പ്രിൻസിപ്പൽ പാർവതി മീര, ഹെഡ്മിസ്ട്രസ് ശ്രീലത KS എന്നിവരും പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. 24 മാവേലിക്കര. മറയൂർ കാന്തല്ലൂരിലെ അക്രമകാരികളായ കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ഇന്നും തുടരും. ആനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഇന്നലെ 3 ആനകളെയാണ് വനംവകുപ്പ് ട്രാക്ക് ചെയ്തത്. പട്ടിശ്ശേരി ഡാം സൈറ്റിന്റെ ഭാഗത്ത് വരെ ആനകളെ എത്തിച്ചെങ്കിലും കാട് കയറ്റാൻ കഴിഞ്ഞില്ല. 5 ആനകളാണ് 3 മാസമായി കാന്തല്ലൂർ മേഖലയിൽ പേടി വിതയ്ക്കുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് ആനകളെ തുരത്താനാണ് വനംവകുപ്പിന്റെ ശ്രമം. കാസർഗോഡ് കരിന്തളത്ത് പുലിയുടെ സാന്നിധ്യം സംശയിക്കുന്ന പ്രദേശത്ത് വനംവകുപ്പ് സുരക്ഷ ശക്തമാക്കി. ഇന്നലെ മുഴുവൻ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശം പാറയായതിനാൽ പുലിയുടെ കാൽപ്പാടുകൾ പതിയാത്തതാണ് വെല്ലുവിളി. എങ്കിലും യുവാവ് പകർത്തിയ വീഡിയോയിലെ അജ്ഞാത ജീവി പുലി തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കും. പുലിയെ കണ്ടെന്ന് പറയുന്ന ഭാഗത്ത് ഉടൻ കൂട് സ്ഥാപിക്കാനും തീരുമാനമായി. ഓൺലൈൻ പണം തട്ടിപ്പ് വീണ്ടും വ്യാപകമാകുന്നു. കോഴിക്കോട് 3 പേരിൽ നിന്നായി 2.5 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത്. കോഴിക്കോട് അരീക്കാട് സ്വദേശിയും LIC ന്യൂ ഇന്ത്യ പോർട്ടൽ ഓഫീസ് ഏജന്റുമായ KP മൊയ്തീൻകുട്ടിക്ക് 1,10,000 രൂപയാണ് നഷ്ടമായത്. ബാങ്കിൽ നിന്ന് വിളിക്കുകയാണെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പുകാർ വിവരം ചോർത്തിയത്. ഞാൻ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കനറ ബാങ്ക് കസ്റ്റമർ കെയർന്ന്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, KYC സബ്മിഷനാണ് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിത് വെരിഫൈ ചെയ്ത് തരാം, നിങ്ങളെ ആധാർ കാർഡ് നമ്പർ പറയൂ. അങ്ങനെ ആധാർ കാർഡ് അക്കൗണ്ട് നമ്പറും പിന്നെ അതിലൊരു OTP വന്ന് അത് പറഞ്ഞു കൊടുത്തു. സംഭവിച്ചു. ബാങ്കിൽ നിന്നായിരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് തിരിച്ചു വിളിച്ചു. അപ്പം തന്നെ നോക്കിയപ്പോൾ ജിയോ മണിയിലേക്ക് 1,06,000 പോയി. ഫ്രാൻസിസ് റോഡ് സ്വദേശിയും മിഠായി തെരുവിലെ വ്യാപാരിയുമായ നിസാറിന് നഷ്ടമായത് 85,000 രൂപ. മകൻ മുഹമ്മദ് നബ്ഹാന്റെ അക്കൗണ്ടിലേക്ക് 3,000 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു. ഇതിനു പിന്നാലെ നിസാറിന്റെയും മകന്റെയും അക്കൗണ്ടുകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി പണം നഷ്ടമാകുകയായിരുന്നു. എങ്ങനെയാണ് പണം നഷ്ടമാകുന്നതെന്ന് വ്യക്തമല്ല. 3 ദിവസമായിട്ട് അത് പോകുന്നത്. ഫസ്റ്റ് ദിവസം 200 രൂപ, രണ്ടാമത്തെ ദിവസം 400 രൂപ, മൂന്നാമത്തെ ദിവസം കൂടുതലായിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇത്രയും വലിയ സംഖ്യ ആയിട്ട് പോകുന്നത്. 85,000 രൂപ പോയി. ബാങ്കിൽ പോയി അന്വേഷിച്ച ബോംബെയിലെ നരിമാൻ പോയിന്റിലെ ഇൻഡിഗോ എന്ന ബാങ്കിലേക്കാണ് ഇത് പോയതെന്നുള്ള ഡീറ്റെയിൽസ് തന്നവർ. അത് കണ്ടെത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ കച്ചറ ടീമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അഡ്രസ്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, പെട്ടെന്ന് അങ്ങോട്ട് ആകാൻ സാധ്യതയില്ല എന്നും പറഞ്ഞു. മിഠായി തെരുവിലെ ചുമട്ടുതൊഴിലാളി മുഹമ്മദ് നാസറിന് 33,000 രൂപയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത്. അങ്ങനെ 32,999 രൂപ 24-ാം തീയതിയും 23-ാം തീയതി 1 രൂപയും. ആ 1 രൂപ അതേ അക്കൗണ്ടിലേക്കാണ് പോയത്. അപ്പോൾ ഫസ്റ്റിലെ ആ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ പോകുമായിരുന്നില്ല. അത് ബാങ്കിൻ്റെ കൊള്ളരുതായ്മയാണ്. പൈസ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ UPI വഴിയാണ് പോയതെന്ന് പറഞ്ഞത്. അവർ ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും OTP ഷെയർ ചെയ്തിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും OTP ഷെയർ ചെയ്തില്ല. സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ബാങ്കിലെത്തി അക്കൗണ്ട് ലോക്ക് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ബാങ്ക് അധികൃതർ നിർദ്ദേശിക്കുന്നത്. 24 കോഴിക്കോട്. ഈ റിപ്പോർട്ടോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്.